ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് തഞ്ചാവൂർ മ്യൂസിയമാണ്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് തഞ്ചാവൂർ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ കാണുന്നത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന കുറേ വിഗ്രഹങ്ങളാണ്. ദൈവങ്ങളുടെ ഭഗവാന്മാരുടെ വിഗ്രഹങ്ങളാണ് കൂടുതലും. മഹാവിഷ്ണു, ദേവി, ലോർഡ് ശിവ, അങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ് അവിടെ ഏറ്റവും ആദ്യം നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം അതൊന്നും തൊടാൻ പാടില്ല, എല്ലാം ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുകയാണ്. അത് ഗോഡസ്സാണ്. അതുപോലെ തന്നെ രഘു എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇത് കൂടുതലും ഇതിലുള്ളത് ലോർഡ് മഹാവിഷ്ണുവിൻ്റെ കുറേ രൂപങ്ങളാണ് പഴയ കാലത്തുള്ളത്. എല്ലാ മ്യൂസിയങ്ങളിലും ഇതൊക്കെ തന്നെയാണല്ലേ. ആ നിർമ്മിതികളൊക്കെ നോക്കി ഒറ്റക്കല്ലിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാണുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പഴയ കാലത്തുള്ള കുറേ ചരിത്ര സ്മാരകങ്ങൾ അതാണ് ഇത്. ലോർഡ് വിഷ്ണു എല്ലാറ്റിനും താഴെയും അത് എഴുതി വെച്ചിട്ടുണ്ട്. മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ആദ്യകാലത്ത് സർവേക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവിടെ ഇന്ത്യയുടെയും ബർമ്മയുടെയൊക്കെ അതിർത്തി കാണിക്കുന്നത്, പിന്നെ അന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അതിനുപകരണങ്ങൾ. പിന്നെ നമ്മൾ സരസ്വതി മഹൽ ലൈബ്രറിയാണ് അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട്. അത് പഴയതല്ല കേട്ടോ, പുതിയതും ഉണ്ട്. പിന്നെ അന്നത്തെ ഈ കൊത്തു വിദ്യകൾ എഴുതി വെച്ചത്, പിന്നെ കുറച്ച് പെയിൻറ്റിങ്സുകൾ, എഴുത്താണികൾ, അതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ സാരിയാണ് ഈ കാണുന്നത് പഴയ കാലത്ത്. പിന്നെ ചില രൂപങ്ങൾ കൊത്തിയെടുത്തത്, വീണ, ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കാണുന്നതാണ് തഞ്ചാവൂർ പെയിൻറ്റിങ്. വളരെ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ പെയിൻറ്റിങ് ആണത്. പിന്നെ ഈ കാണുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാരികൾ, അതുപോലെ കലാരൂപങ്ങളാണ് ഈ കാണുന്നത്. അതിൽ കണ്ടോ, സാരികൾ ഓരോ സംസ്ഥാനത്തെയും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ, കാഞ്ചീപുരം, അതേപോലെ ചുങ്കിടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ സാരികളും അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഓരോന്നുമായിട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ, ഓരോന്നും. ഇതാണ് അതിൻ്റെ ഒറിജിനൽ സാരികളാണ് കാണിക്കുന്നത്. വീണ്ടും കുറേ സ്റ്റാച്യൂസാണ്, നടരാജ വിഗ്രഹങ്ങളൊക്കെയുണ്ട്. പിന്നെ ആദ്യകാലത്തുള്ള പൂട്ടുകൾ, അതുപോലത്തെ ഇങ്ങനത്തെ ഷോപ്പീസ് സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ഓരോ കലാരൂപങ്ങളാണ്, ഓരോ സംസ്ഥാനത്തെയുള്ള കലാരൂപങ്ങളാണ്. അതിൻ്റെ ഒരു മിനി വേർഷൻസാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ പേരും ഉണ്ട് അവിടെ വെച്ചിട്ട്. കളരിപ്പയറ്റ് പോലെയുള്ള ഒരു സംഭവമുണ്ട്, പക്ഷേ അത് കളരി അല്ല കേട്ടോ, വേറെ എന്തോ ഒരു പേരിലാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് കൊട്ട, നാരുകളൊക്കെ ഉപയോഗിച്ച്, അങ്ങനത്തെ ഓല, അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തലയാട്ടി ബൊമ്മ, തഞ്ചാവൂരിൻ്റെ പ്രശസ്തമായ തലയാട്ടി ബൊമ്മയാണ് കണ്ടത്. ഇതൊക്കെ കോക്കനട്ട് ഷെല്ല് കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയത്. പിന്നെ ഹാർപ്പ്, വാദ്യ ഉപകരണങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഹാർമോണിയം, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഹാർമോണിയം, വയലിൻ, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വലിയ രൂപമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ഒറിജിനൽ പെയിൻറ്റിങ്. നമുക്കവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് അവിടുത്തെ ആ തഞ്ചാവൂരിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. പിന്നെ കാണുന്നത് ചർക്കയാണ്, സാരിയൊക്കെ നെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചർക്കയാണ് കാണുന്നത്. ഇതും അതുപോലെ തന്നെ പട്ടണത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ രൂപമാണ്, തഞ്ചാവൂരിൻ്റെ മിനിയേച്ചർ രൂപം. ഇത് പിന്നെ ആ കാലത്ത് ഉപയോഗിച്ച സംഗീതോപകരണങ്ങൾ, CD-കൾ, അത് എങ്ങനെയാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. പിന്നെ ഈ കാണുന്നത് നല്ല പെയിൻറ്റിങ്സുകൾ അല്ലേ, ശരിക്കും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പെയിൻറ്റിങ്സ് ആണ് എന്നാണ് പറയുന്നത്. അതാണ് ഒരു ഹാള് നിറച്ചുള്ളത്. ഇത് തഞ്ചാവൂർ ഗ്രാമത്തിനെ കുത്തിവെച്ചിരിക്കുകയാണ്. അതായത് അവിടുത്തെ പുഴകൾ എവിടെയാണ്, അതിൽ ആ ബിഗ് ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കൃഷിസ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളത് കുറേ നേരം നോക്കി നിന്നു, എല്ലാം നമുക്ക് അതൊന്നറിയാം. ഇത് അന്നത്തെ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളാണ്. പാമിക്കുട്ടി എല്ലാം കൗതുകത്തിൽ നോക്കുകയാണ്, കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. കലപ്പയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുംഭകോണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.